മതന്യൂനപക്ഷം കേരളത്തിൽ അനുഭവിക്കുന്ന സുരക്ഷിതത്വം നിലനിർത്താൻ ഇടതുപക്ഷ എംപിമാർ വേണമെന്ന കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടത് സ്ഥാനാർത്ഥി എം മുകേഷ്. അംഗൻവാടിക്കായി 3 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി നൽകിയ വിജയകുമാരിയെ സ്ഥാനാർത്ഥി ഷാൾ അണിയിച്ച് ആദരിച്ചും. LKG വിദ്യാർത്ഥിനി ആദിലക്ഷ്മിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് കേക്ക് മുറിച്ചും കുടുംബാംഗമായി. സ്വാതന്ത്ര്യമായിട്ട് ചെയ്യാനുള്ള സാധിക്കുന്ന ഒരേ ഒരു സ്ഥലം, ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അത് വിട്ടുകൊടുക്കരുത്. അത് സംരക്ഷിക്കാൻ LDF ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ എം മുകേഷ് എന്ന എനിക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിങ്ങൾ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം. നിങ്ങളുടെ നാടിനു വേണ്ടി, ഈ സന്തോഷത്തിന് വേണ്ടി, ഈ ഒത്തൊരുമയ്ക്ക് വേണ്ടി, ഈ മതേതരത്വത്തിന് വേണ്ടി. നന്ദി, നമസ്കാരം. ഒഴുകുപറക്കൽ ക്രിസ്തുദേവന്റെ ആലയത്തിലെത്തിയ മുകേഷിനെ പ്രാർത്ഥനയ്ക്കിടെ മുഴുമനസ്സോടെ അവർ സ്വീകരിച്ചു. കരവാളൂർ പഞ്ചായത്തിലെ വേഞ്ചേമ്പിൽ തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയെത്തുമ്പോൾ സ്വീകരിക്കാൻ നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുമായി യുവാക്കൾ കാത്തുനിൽക്കുകയായിരുന്നു. പൊന്നാടയും ഷാളുകളും കണിക്കുന്ന പൂവും നോട്ട്ബുക്കുകളും പേനയും നൽകി സ്ഥാനാർത്ഥിയെ അവർ വരവേറ്റു. സ്ഥാനാർത്ഥിയുടെ ചിത്രം പതിച്ച മാസ്ക് ധരിച്ചും ഫോട്ടോ പതിച്ച പ്ലക്കാർഡുകൾ ഉയർത്തിയും സ്ഥാനാർത്ഥിയുടെ സ്വീകരണം ഗംഭീരമാക്കി. കേരളീയ വേഷം ധരിച്ച സ്ത്രീകളും മുത്തുകുടകളേന്തിയ വനിതകളും സ്വീകരണത്തിന് മാറ്റുകൂട്ടി. ചെണ്ടമേളവും വർണ്ണക്കടലാസുകളും സ്വീകരണവേദികളിൽ ഉത്സവഛായ പകർന്നു. കലാകാരനെ വരവേൽക്കാൻ കലാപരിപാടികളൊരുക്കി കുരുന്നുകൾ ആട്ടവും പാട്ടമായി സ്ഥാനാർത്ഥിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി. പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ഒരു കുട നിറയെ മിഠായി നൽകിയാണ് ചാലക്കോട് സ്വീകരിച്ചത്. മിഠായി വാങ്ങിയ സ്ഥാനാർത്ഥി സ്വീകരിക്കാൻ എത്തിയവർക്ക് മിഠായി സമ്മാനമായി തിരികെ നൽകി. കാഞ്ഞിരമലയിൽ നാടൻ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. കുരുന്നു കലാകാരന്മാർ ഒരുക്കിയ കലാവിരുന്ന് കലയനാട് ശാലോം ജംഗ്ഷനിൽ ഒരുക്കിയ സ്വീകരണത്തിന് മാറ്റുകൂട്ടി. അംഗനവാടിക്കായി 3 സെന്റ് സ്ഥലം വിലയ്ക്ക് വാങ്ങി നൽകിയ വിജയകുമാരിയെ സ്ഥാനാർത്ഥി ഷാൾ അണിയിച്ച് ആദരിച്ചു. തേവർകുന്നിലെത്തിയ സ്ഥാനാർത്ഥി ബൂത്ത് സെക്രട്ടറിയുടെ മകൾ LKG വിദ്യാർത്ഥിനിയായ ആദിലക്ഷ്മിയുടെ പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുത്ത് കേക്ക് മുറിച്ചത് ആവേശക്കടലായി. കൈരളി ന്യൂസ്, കൊല്ലം.